നമ്മൾ ഈ മരത്തിനെ കൊണ്ടല്ലേ സ്കൂളിൽ നിന്ന് പഠിച്ചത്? ആടി, ഇതല്ലേ ബനിയൻ ട്രീ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. എന്നിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. എന്ത്? ഈ ബനിയൻ തന്നെ? ആ, ബനിയൻ തന്നെ. നീയല്ല പറഞ്ഞത് ഈ ബനിയൻ ഉണ്ടാകുന്ന മരമാണെന്ന്? എന്റെ ആന്റി, ഞാൻ ബനിയൻ ഉണ്ടാകുന്ന മരം എന്നാണോ പറഞ്ഞത്? ബനിയൻ ട്രീ എന്നല്ലേ പറഞ്ഞത്? അത് നീ ഈ മരത്തിനെ കൊണ്ടെന്നല്ലേ പറഞ്ഞത്? ആ, ഈ മരത്തിന്റെ പേരാണ് ബനിയൻ ട്രീ. അങ്ങനെ ഒരു മരത്തിന് ബനിയൻ എന്ന് പേരുണ്ടെങ്കിൽ ആ മരത്തുമ്മൽ ബനിയൻ ഉണ്ടാകുന്നത് കൊണ്ടല്ലേ? ഈ മാങ്ങ മരത്തുമ്മൽ മാങ്ങ ഉണ്ടാകും, ചക്ക മരത്തുമ്മൽ ചക്ക ഉണ്ടാകും. അപ്പോൾ ബനിയൻ മരത്തുമ്മൽ ബനിയൻ ഉണ്ടാകണ്ടേ? ഞാൻ വിചാരിച്ച് 2-3 ബനിയൻ അങ്ങ് പറിക്കാമെന്ന്. എടാ, ഇവർ വിചാരിക്കുന്നത് മാങ്ങ പറിക്കും പോലെ ബനിയനും മരത്തിൽ നിന്ന് പറിക്കാമെന്ന. ഇതിന്മേൽ ഒറ്റ ബനിയനും ഉണ്ടായിട്ടില്ല. ഇത് ജോക്കി ബനിയനായിരിക്കുമോ? എന്ത്? അല്ലടാ, ഓരോരോ മാവുമ്മലും ഓരോരോ തരം മാങ്ങ ഉണ്ടാകാറില്ലേ? അതുപോലെ ഓരോരോ ബനിയൻ മരത്തുമ്മലും ഓരോരോ തരം ബനിയൻ ഉണ്ടാകില്ലേ? എന്റെ സുലൈമാനിക്ക ജോക്കിന്റെ ബനിയൻ ആടാറ്. ചിലപ്പോൾ ഈ മരത്തുമ്മൽ ജോക്കിന്റെ ബനിയൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ബനിയൻ മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ ഈ ട്രൗസർ ഒക്കെ ഉണ്ടാകുന്നത് എവിടെയാ? എന്താ ചെയ്യാ, എന്റെ ആന്റിക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ. നീ വിഷമിക്കണ്ടടാ, ഈ പെണ്ണുങ്ങളെ വായി ഞാൻ പൂട്ടിത്തരാം. എന്റെ കുഞ്ഞാമിത്ത, എന്താടാ ഇങ്ങക്കെന്നാ ശരിക്കും വേണ്ടത്? രണ്ടും വേണമായിരുന്നു, ബനിയനും ട്രൗസറും. ബനിയനും ട്രൗസറും എടുക്കാൻ നിങ്ങൾ ഇപ്പോൾ അതിന്റെ ഷോപ്പിലാണുള്ളത്? കുറെ സമയമായി എന്ന് പറയുന്നത്. നിങ്ങളോട് എന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? അതെങ്ങനെ മനസ്സിലാക്കാനാ? പറഞ്ഞാൽ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണം. അതിങ്ങക്ക് ഇല്ലാലോ. ഇത് ബനിയൻ ഉണ്ടാക്കുന്ന മരം എന്നല്ല പറഞ്ഞത്. ഈ മരത്തിന്റെ പേരാണ് ബനിയൻ. ബനിയൻ മരം എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇതിൽ ബനിയൻ ഉണ്ടാകാറില്ലേ? ബനിയൻ അല്ല, ഷഡ്ഡി ഉണ്ടാവുക. നിങ്ങളോട് എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഇതിന്മേൽ ഒരു കുന്തം ഉണ്ടാകില്ല. ഇതിന്റെ പേര് മാത്രമാണ് ബനിയൻ എന്ന്. ഓ, അങ്ങനെയാണല്ലേ. ആ ഏന്റി വിചാരിക്കും പോലെ ഇതിന്മേൽ ബനിയൻ ഒന്നും ഉണ്ടാകില്ല. ഈ മരത്തിന്റെ പേരാണ് ബനിയൻ എന്ന്. മനസ്സിലായി. ഏന്റി വിചാരിക്കും പോലെ ഇത് സാധാരണ ഒരു മരവുമല്ല. ഇതാണ് നമ്മുടെ നാഷണൽ ട്രീ. ഓഹോ, അപ്പോൾ ഇത് 1, ഇത് 2, അത് 3 അങ്ങനെയായിരിക്കും അല്ലേ? എന്ത്? അല്ല, നീയല്ല പറഞ്ഞത് 3 മരം ദിനേശിന്റെതാണെന്ന്? എന്തെന്ന്? അല്ലടാ, നീയല്ല ഇപ്പോ പറഞ്ഞത് ഇത് വെറും മരമല്ല, ദിനേശിന്റെ 3 മരമാണെന്ന്. എന്റെ ദിനേശിന്റെ 3 എന്നല്ല ഞാൻ പറഞ്ഞത്, നാഷണൽ ട്രീ എന്നാ. എന്റെ അല്ലോ, ഞാൻ പറയുന്നതെല്ലാം എന്തെങ്ങനാ? ഇവരുടെ മുന്നിൽ ചമ്മി ചമ്മി നാറി. എന്താ കുഞ്ഞാമിത്ത ഇങ്ങനെ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എന്നാൽ എല്ലാവരും നടക്ക്. ഇവിടെ ഇങ്ങനെ നിന്നിട്ടെന്താ? നേരെ മിരട്ട് മുന്നേ നമുക്ക് വീട്ടിലെത്താനുള്ള വഴി നോക്കാം. അത് ശരിയാ, നേരെ മിരട്ടിയാൽ പിന്നെ നമുക്കൊന്നിനും പറ്റില്ല. അല്ല ഡിക്രു, എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ, നമുക്കൊന്നും കൂടി ഒന്ന് ഊഞ്ഞാലാടിയിട്ട് പോയാലോ? അത് വേണോ? ആ, വേണണ്ടാ. എനിക്കിഷ്ടപ്പെട്ടു ഇതിൽ നിന്നും ഇങ്ങനെ ആടിക്കളിക്കുവാൻ. എന്നാൽ വാ. അയ്യോ, വെറുതെ വേണ്ടാത്ത കളി കളിക്കണ്ട മക്കളെ. ഞാൻ നേരത്തെ വീണതുപോലെ നിങ്ങളും വീഴും. ഇല്ല ചേട്ടാ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. എന്നാൽ എനിക്കും ആടണം. സൽമാനെ, നല്ല രസമുണ്ട്. വാ, നിങ്ങളും കയറി. നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താടി ഇറങ്ങിയത്? നല്ല രസമുണ്ടടാ, ഞാൻ വേറെ വള്ളിയിൽ പിടിച്ചു കയറാൻ ഇറങ്ങിയതാ. എന്നാൽ ഞാനും ഒരു വലിയ വള്ളിയിൽ പിടിച്ചാടട്ടെ. ഏത് വള്ളിയില ഇപ്പോൾ പിടിക്കാ? ഇവിടെ തന്നെ ഉണ്ടല്ലോ. അത് നോക്ക്. സുലൈമാനെ, നോക്കിയേ, ഞാൻ ഊഞ്ഞാലാടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. നിങ്ങളിത് എവിടെയാ ഉള്ളത്? ഈ ഊഞ്ഞാലിൽ തന്നെ. നീ കാണുന്നില്ലേ? എന്റെ കുഞ്ഞാമിത്ത, അത് ഊഞ്ഞാലല്ല. നിങ്ങളൊന്ന് മര്യാദയ്ക്ക് നോക്ക്. ആനയാ? ഓടിക്കോ. ഓടല്ല, എന്നെ കൂട്ട്. നിന്റെ ഏന്റി ആനയുടെ പുറത്ത് തന്നെയാണല്ലോ ഉള്ളത്. നമ്മൾ ഏന്റി അവിടെ ആക്കിയിട്ട് ഓടി വന്നത് മോശമായി പോയി. ഒന്ന് പോടാ അവിടുന്ന്. ആനയെ കണ്ടാൽ പിന്നെ ഓടില്ല ആരായാലും. എന്നാലും എന്റെ ഏന്റി പാവം, നീ അത് നോക്കിയേ. ഇതിന്റെ മൂക്കിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇത്ര നേരം ഊഞ്ഞാലാടിയത്. അത് നോക്ക്, ആ ആന കുഞ്ഞാമിത്താനെയും കൊണ്ട് എവിടേക്കാ പോകുന്ന? രക്ഷിക്കണേ.
ആനയുടെ ഒരു ചവിട്ടിനാ നമ്മളൊക്കെ ഉള്ളൂ. സുലൈമാനെ, അമ്മിണി, ആരെങ്കിലും എന്നൊന്ന് രക്ഷിക്കടാ. എന്റെ അല്ലോ, ഈ ആന ഇതെവിടെ എന്നെയും കൊണ്ട് പോകുന്നത്? എടാ ആനെ, ആളിറങ്ങാനുണ്ടടാ, ആളിറങ്ങാനുണ്ട്. നീ എന്നെ ഇവിടെ ഇറക്കിയിട്ട് എവിടെ വേണമെങ്കിലും പോട്. വലിയ ആനയുടെ ചെവി പോലത്തെ ചെവി ഉണ്ടല്ലോ നിനക്ക്. എന്നിട്ടെന്താ ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കാത്തത്? ഇവിടെ ഇങ്ങനെ നിൽക്കാണ്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേ. എടാ സൽമാനെ, നമുക്ക് കുഞ്ഞാമിത്താന്റെ പിറകെ പോയി നോക്കിയാലോ? അതാ നല്ലത്. എന്താ ചേട്ടാ? കാല് വേദനയായിട്ട് ഇരുന്നതാണ് ഞാനിവിടെ. എന്നെ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുവാൻ ഈ മരക്കൊമ്പ് സമ്മതിക്കുന്നില്ല. ഏത് മരക്കൊമ്പ്? എന്താ മക്കളെ? ചേട്ടാ, അവിടെ എന്താ പ്രശ്നോ? പിന്നെയും വന്നല്ലോ ഈ മരക്കൊമ്പ്. ഇതാ മക്കളെ ഞാൻ പറഞ്ഞത്. ഞാൻ എവിടെ നിന്നാലും ഈ മരക്കൊമ്പ് എന്നെ ഇങ്ങനെ തോണ്ടിക്കോണ്ട് നിൽക്കുന്നു. ഇതിനെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം. അങ്ങോട്ട് നിക്ക്. നിനക്ക് എന്താടാ വേണ്ടത്? ആനയാ? ആന തന്നെ. അയ്യോ, ഈ ആനയാണോ എന്നെ ഇത്രയും സമയം ഇങ്ങനെ തോണ്ടി തോണ്ടി കളിച്ചത്? അല്ല മക്കളെ, നിങ്ങളാരും എന്താ ഓടാത്തത്? ആന ഓടുന്നില്ലല്ലോ ചേട്ടാ, അതുകൊണ്ടാ ഞങ്ങളും ഓടാത്തത്. എടാ പൊട്ടന്മാരെ, ആന ഓടുന്നതും കാത്തു നിൽക്കുകയാണ് നിങ്ങൾ. വേഗം ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാടാ. അയ്യോ, ഏന്റി പേടിച്ചൊരു വഴി ആയിക്ക്. ആനയുടെ സൗണ്ട് ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ. അതെ, ഈ ഭാഗത്ത് മുഴുവനും ആനയാണെന്നാ തോന്നുന്നത്. അയ്യോ, ഏന്റിയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് വേഗം മാറി നിൽക്കാമായിരുന്നു. നമ്മളൊരു വല്ലാത്ത കുരുക്കിൽ തന്നെയാണല്ലോടാ ഉള്ളത്. അയ്യോ, ആന വീണ്, ആന വീണ്. ആനയാ? ഇതാണോ ആന? അല്ല ചേട്ടാ, ഇത് വീണത് കണ്ടിട്ടാണോ നിങ്ങൾ ആന വീണ് എന്ന് പറഞ്ഞത്? അതേനും വീണത്. ഞാൻ വിചാരിച്ച് ആന ഊരി വീണതാണെന്ന്. ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടെ എങ്ങാനും ശരിക്കും ആനയുണ്ടാകും. അതന്നെ. അതൊന്നും അങ്ങോട്ടേക്ക് പറന്നു പോയത്. സൂപ്പർമാൻ. സൂപ്പർമാനോ? ആടി, ചിലപ്പോൾ കാട്ടിലായിരിക്കും സൂപ്പർമാൻ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളെ രക്ഷിക്കില്ലേ? സൂപ്പർമാൻ, ഞങ്ങളെ രക്ഷിക്കൂ. എടാ പൊട്ട, അത് സൂപ്പർമാൻ ഒന്നുമല്ല. സൂപ്പർമാൻ അല്ലെന്നോ? അതേടാ, അത് സൂപ്പർമാൻ ഒന്നുമല്ല. ചേട്ടൻ കണ്ടിനാ? ആടാ, ഞാൻ കണ്ടിനി. എന്നാ പറ, പിന്നെ അതെന്നാ പോയത്? അത് വിമാനം. ഈ കാട്ടിന്റെ ഉള്ളിലൂടെ വിമാനം പറന്നു പോകുന്നതല്ലേ? പിന്നെ എന്താടാ അത്? നീ ഒന്ന് തെളിച്ചു പറ. ഡാ പൊട്ട, അത് നിന്റെ ഏന്റിയാ. ഏന്റിയാ? ഏന്റി തന്നെ. നീ അങ്ങോട്ട് നോക്കിയേ, ആ ആനപ്പുറത്ത് നിന്റെ ഏന്റി ഒന്നുമില്ല. പറയുമ്പോൾ അത് ശരിയാണല്ലോ. ഏന്റി എവിടെ പോയി? അതന്നല്ലടാ പൊട്ട പറഞ്ഞത്. നിന്റെ ഏന്റിയെ ആ ആന ചവിട്ടി തെറിപ്പിച്ചിട്ട് അങ്ങ് പറന്നു പോയതാണത്. അയ്യോ, ഏന്റി. നീ വിഷമിക്കാതെടാ, നമുക്ക് പോയി നോക്കാം. എന്നാലും അതെവിടത്തേക്കായിരിക്കും ഏന്റി പറന്നു പോയിട്ടുണ്ടാകുക? വല്ല മരത്തുമ്മലും വവ്വാല് തൂങ്ങിക്കിടക്കും പോലെ കിടക്കുന്നുണ്ടാകും. ചേട്ടാ, ഇങ്ങനെ തമാശയൊന്നും പറയില്ല. ഇപ്പോ കുഞ്ഞാമിത്താക്ക് ചിലപ്പോൾ ആ ആനയുടെ ചവിട്ടി കിട്ടിയിട്ട് വല്ലതും പറ്റിയിട്ടുണ്ടാകും. നിങ്ങൾ ആരും വരുന്നില്ലെങ്കിൽ ഞാൻ പോയി നോക്കുന്ന. നിൽക്ക്, ഞങ്ങളുമുണ്ട്. അവൻ പോയി. എല്ലാവരും വാ, നമുക്ക് പോയി നോക്കാം. ആന ചവിട്ടിയാൽ ഇങ്ങനെ പറന്നു പോകുമോ? അങ്ങനെയാണെങ്കിൽ ആനയുടെ മുന്നിൽ പോയിട്ട് നല്ലോണം ഡാൻസ് കളിക്കാം. ചിലപ്പോൾ ആനയുടെ ചവിട്ടി കിട്ടിയിട്ട് ഞാനങ്ങ് തെറിച്ചെന്റെ വീട്ടിലേക്ക് അങ്ങ് എത്തിയാലോ? അത് നല്ലൊരു ഐഡിയ ആണെന്നാ എനിക്ക് തോന്നുന്നത്. ഹലോ, അല്ല, നിങ്ങൾക്ക് ആനയുടെ ചവിട്ട് വേണോ? അല്ലടാ, അത് പിന്നെ ആന ചവിട്ടിയാൽ അങ്ങ് വീട്ടിലേക്ക് എത്തിയാലോ? വീട്ടിലെത്തിയിട്ടില്ലെങ്കിലോ? വല്ല പുലിന്റെയോ സിംഹത്തിന്റെയോ മുന്നിലായിട്ടാണെങ്കിലോ പെട്ടത്? സിംഹത്തിന്റെ മുന്നിലോ? എന്താ, നിങ്ങൾക്ക് ആനയുടെ ചവിട്ട് വേണോ? വേണ്ട. അല്ല, പോയി വാങ്ങിക്കോ. വേണ്ടെന്ന്. നിങ്ങളുടെ ആഗ്രഹമല്ലേ, പോയി ചവിട്ട് വാങ്ങിക്കോ. വേണ്ടടാ. എന്നാ പിന്നെ മിണ്ടാട്ടങ്ങ് നടന്നൂടെ.
കുറെ സമയമായാലും നമ്മൾ നോക്കുന്നേ, ഏന്റി എവിടെയും കാണുന്നില്ലല്ലോ. നീ നടക്ക്, നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. കുറെ നടന്നില്ലേ, എന്നിട്ട് ഏന്റിയുടെ സൗണ്ട് പോലും കേൾക്കുന്നില്ലല്ലോ. നീ വിഷമിക്കാതെടാ, നമുക്ക് നോക്കാം. എന്നാലും ആന ചവിട്ടി തെറിപ്പിച്ചാൽ ഇങ്ങനെ അങ്ങ് പറന്നു പോകുമോ? ഇപ്പോൾ പോയ കണ്ടില്ലേ? ആ കണ്ടു. പിന്നെ ഇങ്ങനെ കിന്നാരം ചോദിക്കണ, അങ്ങ് പറന്നു പോകുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ദാ, ഇനി ഏന്റിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടാകുമോ? നീ ഒന്ന് മിണ്ടാതിരുന്നേ, എന്നിട്ട് നടക്ക്. അല്ലടാ, ഇത്ര സമയമായിട്ട് നമ്മൾ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാ തോന്നുന്നേ, ഇനി ഏന്റിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടാകുമോ? നീ ഒന്ന് മൂഹിക്കണ്ട, മിണ്ടാണ്ടങ്ങ് നടക്ക്. അല്ല, നമുക്ക് കുഞ്ഞാമിത്താനെ ഒന്ന് ഉറക്കെ വിളിച്ചു നോക്കിയാലോ? ആ അത് നല്ലൊരു കാര്യമാണ്. എന്നാൽ നീ വിളിക്കട സൽമാനെ. ഏന്റി! ഏന്റി! ആ അതാ നിന്റെ ഏന്റിയുടെ സൗണ്ട് കേൾക്കുന്നു. അത് ഏന്റി ഒന്നുമില്ല, എന്തോ കാട്ടുപോത്താറ്റാ. രണ്ടും ഒന്നെന്നെ. ഡാ, വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. ഞാനൊന്നും കൂടി വിളിച്ചു നോക്കട്ടെ. ഇക്രു, ഇനി വിളിക്കാൻ നിൽക്കണ്ട. അതെന്താ? ഈ കാട്ടിൽ നിന്നും ഇങ്ങനെ ഉറക്കെ സൗണ്ട് ഉണ്ടാക്കുന്നത് അത്ര നല്ലതല്ല. ചിലപ്പോൾ അത് നമുക്ക് തന്നെയായിരിക്കും ആപത്തുണ്ടാക്കുക. നമ്മുടെ സൗണ്ട് കേട്ടിട്ട് മൃഗങ്ങൾ നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കുവാൻ വരും. അതുകൊണ്ട് നമുക്ക് സൗണ്ട് ഉണ്ടാക്കാതെ കുഞ്ഞാമിത്താനെ കണ്ടുപിടിക്കാം. എന്നാ വേഗം വാ, സമയം കളയണ്ട. എനിക്കെന്തോ ഒരു പേടി പോലെ. അത് തന്നെ മക്കളെ, ഇവിടെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ നടന്ന് നടന്ന് ഇനി വല്ല സിംഹത്തിന്റെ മുന്നിലും പെടുമോ? നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല സൽമാനെ. അതെന്നാ സൗണ്ട്? അറിയില്ലടാ, അത് കടുവയുടെയും സിംഹത്തിന്റെയും ഒന്നുമല്ല സൗണ്ട്. വേറെ ഏതോ ഒരു മൃഗത്തിന്റെ സൗണ്ടാ. എനിക്ക് പേടിയാകുന്നടാ, ശരിക്കും എനിക്ക് പേടിയാകുന്നുണ്ട്. ഇനിയും മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പോരുന്നില്ല, എനിക്ക് പേടിയാകുന്നു. നിന്റെ ഏന്റിയെ കണ്ടുപിടിക്കാനല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ എനിക്ക് ഇപ്പോൾ ഉറപ്പുണ്ട് ഏന്റി ജീവനോടെ ഈ ഭൂമിയിൽ ഇല്ലെന്ന്. നീ എന്താടേ പറയുന്നത്? കുഞ്ഞാമിത്ത് ജീവനോടെ ഇല്ലാന്നോ? ആടാ, ഈ അപകടം പിടിച്ച കാട്ടിൽ എങ്ങനെ ഏന്റി ജീവനോടെ ഉണ്ടാകുവാനാ? ഏതെങ്കിലും മൃഗമല്ലെങ്കിൽ ആ പ്രേതം ഏന്റിയെ കൊന്നിട്ടുണ്ടാകും, അതെനിക്ക് ഉറപ്പാ. നീ എന്തായി പറയുന്നത് ഇക്രു? ആ അമ്മിണി, നിനക്ക് ഉറപ്പുണ്ടോ ഏന്റി ജീവനോടെ ഉണ്ടാകുമെന്ന്? പറ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഏന്റി ജീവനോടെ ഉണ്ടാകുമെന്ന്. അത്രക്കും അപകടം പിടിച്ച കാടാണിത്. ആ സൗണ്ട് ഇവിടെ അടുത്ത് നിന്നല്ലേ കേട്ടത്? ആ സൗണ്ട് മൃഗത്തിന്റെ സൗണ്ട് ഒന്നുമല്ല, അതൊരു പ്രേതത്തിന്റെ സൗണ്ടാണ്. ഈ പ്രേതത്തിന്റെ സൗണ്ടാ. ആ പ്രേതം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അത് നമ്മളെ കണ്ടിട്ടാണ് ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത്. ഏത് നിമിഷവും അത് നമ്മുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് പേടിയാകുന്നു. പേടിച്ചിട്ട് കാര്യമില്ല അമ്മിണി, എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എന്ത്? എന്താ? എന്താ? അത് പിന്നെ ഇയാളെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു പ്രേതമാണെന്ന്. മനുഷ്യൻ പേടിച്ചു പോയി. ഇങ്ങളല്ല, ഇങ്ങളെ കണ്ടിട്ട് ഞാനാ പേടിച്ചു പോയത്. അത് ശരി, നിന്റോട് പേടിക്കാൻ ഞാൻ പറഞ്ഞിക്കാ. ഇങ്ങളോട് വർത്താനം പറയാൻ ഞാനില്ല. ആ സൗണ്ട് പിന്നെയും വന്നല്ലോ. ആ പ്രേതം ഇപ്പോൾ നിങ്ങളെ കൊല്ലും. അപ്പോൾ നിന്നെയോ? എന്നെ പ്രേതം കൊല്ലില്ല, ഞാൻ പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു അല്ലേ അമ്മിണി? ഞാൻ രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടു? നിന്നെ പ്രേതം കൊന്നില്ലെങ്കിൽ ഏതെങ്കിലും മൃഗമങ്ങ് കൊല്ലും. സൽമാനെ, നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ല. നീയല്ലേ ആദ്യം ഞങ്ങളെ പേടിപ്പിച്ചത് പ്രേതം കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. കൊല്ലുന്ന കാര്യം പറഞ്ഞിങ്ങനെ നിൽക്കാണ്ട് ഇവിടെ നിന്നും എങ്ങനെയൊന്ന് രക്ഷപ്പെടാന്ന് നോക്ക്. ആ പ്രേതം ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരും. അത് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അമ്മിണി, ആ പ്രേതം പെൺകുട്ടികളെ മാത്രം ഉപദ്രവിക്കില്ല എന്ന് മാത്രമാണ് നിനക്ക് അറിയാവുന്നത്. ആ പ്രേതം പെൺകുട്ടികളെ ഉപദ്രവിക്കില്ല. പിന്നെയോ? പിന്നെ എനിക്കറിയില്ല. അയ്യോ, ചേട്ടനെന്നാ കളിക്കുന്നത്? അത് ഞാൻ തട്ടി വീണതാ. സൂക്ഷിച്ച് നടക്കണ്ടേ? നിങ്ങളെ കൊണ്ട് ഇതെന്തൊരടങ്ങാറാ? അയ്യോ, പ്രേതോ? പ്രേതമല്ല ചേട്ടാ, അത് സൽമാനാ. അതിന് ഞാൻ ഇവന്റെ കാര്യമല്ല പറഞ്ഞത്. അവിടെ നോക്ക്. പ്രേതമോ? ഓ, പ്രേതം തന്നെ.
അതിപ്പോൾ നമ്മളെ പിടിക്കും. സെൽമോനെ, നീ ഇതെവിടെയാ പോകുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വാ. ഞങ്ങൾ വരില്ല, നീ ഏറ്റ പോയ. നിനക്ക് പേടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയാ. ഡാ, ഒന്ന് ഇങ്ങോട്ട് വാ. നിനക്ക് എന്താടാ വട്ടായ? എടാ, നിന്റെ തലയുടെ മുകളിൽ പ്രേതമാണുള്ളത്. മണ്ണാൻ കട്ടയാ. അവിടുന്ന് പിരിപിരിന്ന് പറയാണ്ട് ഇങ്ങോട്ട് വാ. എടാ സൽമാനെ, പ്രേതമുണ്ട്. മിണ്ടാണ്ട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇനി എല്ലാരും മേലോട്ടൊന്ന് നോക്കിയേ. ആ, വായ് വളക്കണ്ട, അത് തന്നെ. ഏന്റിയാ? ആ, നിന്റെ ഏന്റി തന്നെ. അത് ശരി, ഈ പെണ്ണുങ്ങളല്ലേ നമ്മൾ ഇത്രയും സമയം നോക്കി നടന്നത്. ഏന്റി? എടാ സൽമാനെ, ഏന്റി എന്തിനാ ഇടക്കിടക്ക് ഇങ്ങനെ പ്രേതത്തിന്റെ സൗണ്ട് ഉണ്ടാക്കുന്നത്? അത് പ്രേതത്തിന്റെ സൗണ്ട് ഉണ്ടാക്കുന്നതൊന്നുമല്ല, അവർ ഉറക്കത്ത് എന്തൊക്കെയോ പറയുന്നതാ. എടാ, അതിന് ഏന്റി ഉറങ്ങുന്നൊന്നുമില്ല. അതന്നെ, അവിടെ കിടന്നിട്ട് ഇങ്ങനെ ബേ ബേ എന്ന് പറയുന്നതാ. എന്തായാലും ഏന്റിയെ കണ്ടു കിട്ടിയല്ലോ, അതെനിക്ക് സമാധാനമായി. എത്ര സമയമായി നമ്മൾ ഏന്റിയെ നോക്കി നടക്കുന്നത്, ഇപ്പോൾ കണ്ടു കിട്ടിയല്ലോ. എടാ, ഏന്റി എന്തിനായിരിക്കും ഇടക്കിടക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്? നിന്റെ ഏന്റി നല്ല ക്ഷീണത്തിലാടാ ഉള്ളത്, അതുകൊണ്ടാ. ക്ഷീണമോ? എന്തിനി? നല്ലോണം പറന്നിട്ട് യാത്രയൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ടുള്ള ക്ഷീണമായിരിക്കും. പറന്നിട്ട് യാത്ര ചെയ്തതോ? അതിനിവർ വിമാനത്തിലാണോ വന്നത്? അവരെ ആന ചവിട്ടി തെറിപ്പിച്ചിട്ട് പറന്നു പോയതല്ലേ, അതാ സൽമാൻ ഉദ്ദേശിച്ചത്. ഓ, അങ്ങനെ പറന്നു പോയതാ പറഞ്ഞതില്ലേ. ഏന്റി, ഏന്റി, ഇക്രു, നീ വിളിക്കണ്ട. ഡാ, ഏന്റി എന്താടാ എഴുന്നേൽക്കാത്തത്? അവരുടെ ബോധം പോയിട്ടാണുള്ളത്, നീ വിളിക്കുന്നതൊന്നും അവർ കേൾക്കുന്നില്ല. ഡാ, ബോധം പോയ ഏന്റി എങ്ങനെയാടാ ഈ കൊമ്പുമ്മൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്? അവർ താഴേക്ക് ഇടിഞ്ഞു വീഴില്ലേ? വീഴും, ചിലപ്പോൾ നിന്റെ തലയിൽ തന്നെയായിരിക്കും വീഴുക. ഡാ, ഏന്റി അവിടുന്ന് ഇടിഞ്ഞു വീഴും മുന്നേ നമുക്ക് ഏന്റിയെ രക്ഷിക്കാം. നീ അവർ കിടക്കുന്ന കിടപ്പ് നോക്ക്. സ്വന്തം വീട്ടിലടക്കം ഇത്ര സുഖമായിട്ട് കിടന്നിട്ടുണ്ടാകില്ല. കുഞ്ഞാമിത്ത, കുഞ്ഞാമിത്ത. ഇനി കുഞ്ഞാമിത്താന്ന് വിളിച്ചാലൊന്നും അവരെ എഴുന്നേൽക്കില്ല. പിന്നെ എങ്ങനെ എഴുന്നേൽപ്പിക്കുക? അത് ഒരു ഐഡിയ കിട്ടി. എന്ത് ഐഡിയ? ദാ, ഈ ഐഡിയ. നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ ഇക്രു, ഞാൻ ഈ കല്ല് കൊണ്ട് നിന്റെ കുഞ്ഞാമിത്താക്ക് ഒരു ഏറ് കൊടുക്കും. അങ്ങനെ ഞാൻ എറിഞ്ഞിട്ട് നിന്റെ കുഞ്ഞാമിത്താക്ക് വേദനയായാൽ നിന്റെ കുഞ്ഞാമിത്ത എഴുന്നേൽക്കും. ആ, അത് നല്ലൊരു കാര്യമാണ്. എന്നാൽ നീ വേഗം എറി സൽമാനെ. ഞാൻ എറിയാം. എല്ലാവരും ഇങ്ങോട്ട് മാറി നിന്നോ, ചിലപ്പോൾ ഈ കല്ല് തിരിച്ച് നിങ്ങളുടെ ദേഹത്ത് തന്നെ തിരിച്ചു വീഴും. എന്റെ അമ്മോ, പിന്നെയും ആന ചവിട്ടി. ഞാനിത് എവിടെയുള്ളത്? ഞാനിങ്ങനെ ഈ മരക്കൊമ്പിലെത്തിയത്? ആന ചവിട്ടി തെറിപ്പിച്ചിട്ട് പറന്നതാ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഈ മരക്കൊമ്പിലാണോ വീണത്? അല്ല, എനിക്ക് ഇപ്പോൾ പിന്നെയും ഒരു ചവിട്ടി കിട്ടിയിക്കല്ലോ. ഇവിടെയൊന്നും ആനനെ കാണുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ ആന ഇപ്പോൾ എന്നെ ചവിട്ടിയത്? വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആന വിമാനത്തിലൂടെ പോകുമ്പോൾ എനക്കൊരു ചവിട്ടം തന്നിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. എടാ ആനെ, നിനക്കെന്നെ ചവിട്ടിയിട്ട് മതിയായിക്കില്ലേ? പിന്നെ വിമാനത്തിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എന്നെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് നിൽക്കണ? നീ എന്ന് വിചാരിച്ചത് ഞാൻ നിന്റെ ബോളാണെന്നാ? മെസ്സി ബോൾ ചവിട്ടും പോലെയല്ലേ ഈ തടിയൻ ആന എന്നെ ചവിട്ടുന്നത്. ഏടാ ഇക്രു, നിന്റെ ഏന്റി നമ്മളെ കണ്ടിട്ടില്ല. ഞാൻ കല്ലെറിഞ്ഞിട്ട് അവർ വിചാരിക്കുന്നത് ആന ചവിട്ടിയെന്നാ. എടാ ഇക്രു, നീ ചെന്ന് നിന്റെ ഏന്റിയെ വിളിക്കടാ. എന്റോടാ അവന്റെ കളി, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഏന്റി ഭയങ്കര ദേഷ്യത്തിലാ ഉള്ളത്. അതിനെന്താ, നീ പോയി വിളിക്കടാ. നിന്റോടൊന്നല്ലാതെ ദേഷ്യം പിടിച്ചത് ആനയോടല്ലേ? നിനക്ക് ഈ കുഞ്ഞാമി ആരാന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്ക് നീ എന്നെ ചവിട്ടി തെറിപ്പിക്കും ല്ലേ? എടാ, ഞാൻ വിളിക്കില്ല. ഇപ്പോൾ ഏന്റി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏന്റി പറയുന്ന ബാക്കി മുഴുവനും ഞാൻ കേൾക്കേണ്ടി വരും. എന്താടാ നീ വരാത്തത്? വാടാ, ഇനി നീ എന്റെ മുന്നിൽ വന്നാൽ നിന്നെ ഞാൻ ബോൾ ചവിട്ടി തെറിപ്പിക്കും പോലെ തെറിപ്പിക്കും. ആനയാണോ ബോൾ ചവിട്ടി തെറിപ്പിക്കും പോലെ തെറിപ്പിക്കുമെന്ന് പറയുന്നത്? ചിലപ്പോൾ കുയ്യാനേന്റെ കാര്യമായിരിക്കും പറഞ്ഞത്. നീ മെസ്സി ആണെങ്കിൽ ഞാൻ റൊണാൾഡോ ആണ്, റൊണാൾഡോ. നിങ്ങൾ ആരും വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ വിളിക്കാം. എന്നാൽ ചേട്ടൻ വിളിക്ക്. കുഞ്ഞമ്മി. കുഞ്ഞമ്മി അല്ലടാ, തടിയനാനെ, കുഞ്ഞാമി. നീ എന്റെ പേരൊക്കെ പഠിച്ചിട്ട് അങ്ങനെ എന്നെ മയക്കാൻ നോക്കണ്ട. ഞാൻ ചവിട്ടി തെറിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ പേടിച്ചു പോയില്ലേ? കുഞ്ഞാമ്മിന്ന് വിളിച്ചിട്ട് എന്നെ സോപ്പിടാൻ വന്നിക്ക്. നിനക്ക് ഇപ്പോഴാ മനസ്സിലായത് ഈ കുഞ്ഞാമ്മി ആരാണെന്ന് ല്ലേ?
ഇവർ ഇതെന്തൊക്കെയാടാ പറയുന്നത്? അത് തന്നെ, ഇവർ നിർത്തൂലെന്നാ തോന്നുന്നത്. ഡാ ഇക്രു, നീ തന്നെ വിളിക്കടാ. ഏന്റി, ആരാടാ നിന്റെ ഏന്റി? ഇങ്ങളെന്നെ. അത് ഇക്രുവിന്റെ സൗണ്ട് അല്ലേ? എന്റെ ഏന്റി, ഇങ്ങളെന്നാ അവിടുന്ന് കളിക്കുന്നത്? എടാ ഇക്രു, നീയോ? നിന്നെ ഈ മാന ചവിട്ടി തെറിപ്പിച്ചതാണോ ഇവിടത്തേക്ക്? ഇങ്ങളൊന്ന് ഇറങ്ങി വന്നേ. ആയിട്ടില്ലടാ, ഇവിടെ ഉണ്ട് ഒരാന വിമാനത്തിലോട്ട് പറന്നു പോകുന്നു. അവൻ എനക്കൊരു ചവിട്ടും തന്നിട്ടാണ് പോയത്. അവന്റോട് 2 വർത്താനം പറഞ്ഞിട്ട് ഞാൻ വരാം. എന്റെ ഏന്റി, വിമാനത്തിലോട്ട് പോകുമ്പോൾ ആന ചവിട്ടും തന്നിട്ട് പോയതല്ല അത്. അങ്ങനെയല്ലേ? ഓഹോ, അപ്പോൾ അവൻ ഇതിലൂടെ പോകുമ്പോൾ ഒരു ചവിട്ടും തന്നിട്ട് പോയതായിരിക്കും അല്ലേ? എന്റെ ഏന്റി, ഇങ്ങളെ ഞാൻ ചവിട്ടി തെറിപ്പിക്കും. ഇങ്ങളൊന്ന് ഇറങ്ങി വന്നേ. ഏന്റി, നിങ്ങളോട് മര്യാദയ്ക്ക് ഇറങ്ങാനാ പറഞ്ഞത്. എടാ, എനക്ക് ഇറങ്ങുന്നത് അറിയില്ല. അതൊക്കെ എന്തറിയാനാ, നിങ്ങൾ ഇങ്ങ് ഇറങ്ങി വാ. നിനക്കെന്താടാ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരു മരത്തിൽ നിന്നും ഇറങ്ങുന്നതും അറിയില്ലേ നിനക്ക്? അതൊക്കെ പഠിക്കണ്ടേ? മരത്തിൽ നിന്നും ഇറങ്ങി പഠിക്കാൻ ഞാൻ എന്താ കുരങ്ങനാ? അത്രക്ക് നിർബന്ധമാണെങ്കിൽ താൻ വന്നിട്ട് ഇറങ്ങടാ. അതിന് ഞാൻ ഇറങ്ങിയിട്ട് തന്നെയല്ലേ ഉള്ളത്. പിന്നെയും എങ്ങനെയാ പിന്നെയും ഇറങ്ങുക? ഓന്റെ ഒരു കോമഡി. ഏന്റി, നിങ്ങൾ അതും ഇതും പറഞ്ഞു നിൽക്കാണ്ടൊന്ന് ഇറങ്ങാൻ നോക്ക്. എടാ ഇക്രു, അതിനെനക്ക് ഇറങ്ങുന്നത് അറിയില്ലടാ. എടാ, നീ അവനെ ഇറങ്ങുവാൻ നിർബന്ധിക്കണ്ട. എന്ത് നിർബന്ധിക്കണ്ട എന്നോ? പിന്നെ ഏന്റി ഇങ്ങനെ തന്നെ മരത്തിൽ നിൽക്കുവാനാണോ നീ പറയുന്നത്? അതല്ലടാ, ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ഇറങ്ങുമ്പോൾ അഥവാ കുഞ്ഞാമിത്തെ കാല് തന്നെ വീണാലോ? പിന്നെ നമുക്കൊന്നും ചെയ്യുവാൻ പറ്റില്ല. വെറുതെ ഓരോരോ അപകടം നമ്മളായിട്ട് വരുത്തി വെക്കണോ? പിന്നെ എങ്ങനെയാ ഏന്റിയെ താഴോട്ടിറക്കുക? അവളോട് മരത്തിൽ നിന്നും താഴേക്ക് തുള്ളുവാൻ പറ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. ഡീ കുഞ്ഞമ്മി. കുഞ്ഞമ്മി അല്ലടാ മരക്കുരങ്ങ, കുഞ്ഞാമി. അതെന്നാ സംഭവിച്ചത്? ഏന്റി, വല്ലതും പറ്റിയോ? അതെന്നാടാ സംഭവിച്ചത്? അത് വവ്വാലുകൾ പറന്നു പോയതാണ്. ഇത്രയും സ്ഥലം ഇവിടെയൊക്കെ ഉണ്ടായിട്ടും ആ വവ്വാലുകൾ എന്തിനാ ഇതിലൂടെ തന്നെ പറന്നു പോയത്? ആ വവ്വാലുകളെല്ലാം കൂടിയിട്ടാണ് എന്നെ ഇങ്ങ് താഴോട്ടേക്ക് തള്ളിയിട്ടത്. അത് വന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് താഴോട്ടെത്തി. ഇങ്ങനെ ചന്തിയും കുത്തി വീണതാണോ സിമ്പിള്? അമ്മിണി, ഈ വവ്വാലുകൾ എന്തിനാ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നത്? അതെനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും എന്റെ അറിവിൽ ഞാൻ പറയുകയാ. ഈ പ്രേതമൊക്കെ വരുന്നതിന് മുന്നേ വവ്വാലുകൾ ഇങ്ങനെ പറക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ട്. എന്റെ അല്ലോ, എന്നൊന്ന് ഇറക്കടാ. കുഞ്ഞാമിറ്റയല്ലത്? ഏന്റി ഇതെവിടെ പോയി? അതെവിടുന്ന ഏന്റിന്റെ സൗണ്ട് കേട്ടത്? എടാ പൊട്ടന്മാരെ, അങ്ങോട്ട് വായുമ്പോൾ നോക്കാണ്ടെങ്കിൽ മേലോട്ട് നോക്ക്. അത് ശരി, ഇവിടെ കയറി ഇരുന്നിട്ടാ നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കുന്നത്? എന്റെ ഏന്റി, നിങ്ങൾ എന്തിനാ പിന്നെയും അങ്ങ് മുകളിലോട്ട് കയറി പോയത്? എന്തൊരു ഭാഗ്യത്തിനാ ആ വവ്വാലുകൾ കാരണം നിങ്ങൾ താഴോട്ട് ഇറങ്ങിയത്. അതിന്റെ അടുത്ത് നിങ്ങൾ പിന്നെയും മുകളിലോട്ട് കയറി പോയിക്കാ. ഇങ്ങക്കെന്താ ശരിക്കും വട്ടുണ്ടാ? എടാ, അതിന് ഇത് ഞാനല്ലടാ കയറിയത്. പിന്നെ ഇങ്ങളല്ലാണ്ട് നിങ്ങളെ കുരങ്ങനാ മരത്തുമ്മൽ കയറിയിരിക്കുന്നത്? അതല്ലടാ, ഇത് ഞാൻ തനിച്ച് മരത്തിൽ കയറിയതല്ല. പിന്നെ നിങ്ങൾ ആരാ മരത്തിൽ കയറ്റിയത്? എനിക്കറിയില്ലടാ, ഞാൻ തനിയെ മുകളിലോട്ട് പൊന്തി വന്നതാ. എന്ത്? തനിയെ മുകളിലോട്ട് പൊന്തി പോയതെന്നാ? അതേടാ, ഞാൻ തനിയെ മുകളിലോട്ട് പൊന്തി വന്നതാ. എന്നൊന്ന് രക്ഷിക്കേ. എടാ സൽമാനെ, അതെന്തുകൊണ്ടാടാ ഏന്റി തനിയെ മുകളിലോട്ട് പൊന്തി പോയത്? വേറെ എന്തുകൊണ്ട്? പ്രേതമുള്ളത് കൊണ്ടെന്നെ. പ്രേതമോ? ആടാ, വവ്വാലുകൾ പറക്കുന്നു, കുഞ്ഞാമിത്ത് തനിയെ മുകളിലോട്ട് പൊന്തി പോകുന്നു. ഇതൊക്കെ പ്രേതമുള്ളത് കൊണ്ടല്ലേ? എടാ, ഇതൊന്നും നീ ഉറക്കെ പറയല്ല. ഏന്റി കേട്ടാൽ പേടിച്ച് മൂത്രമൊഴിച്ചു പോകും. നിങ്ങളെന്താ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നത്? ഒന്നുമില്ല ഏന്റി. എന്നാൽ പിന്നെ എന്നെ ഒന്ന് താഴോട്ട് ഇറക്കാനുള്ള വഴി നോക്ക്. നിങ്ങളെ താഴോട്ട് ഇറക്കണമെങ്കിൽ പിന്നെയും ആ വവ്വാലുകൾ തന്നെ വരണം. എടാ പൊട്ട, അവിടെ നിന്നും തമാശ പറയാതെ എന്നെ ഒന്ന് ഇറക്കാൻ നോക്ക്. എടാ, അത് നോക്ക്. എന്താടാ, ഒരു മരക്കൊമ്പ് വരുന്നതാണോ അത്? അതൊന്നുമല്ല അത്. അയ്യോ, അതൊരു കയ്യല്ലേ? എന്ത്? എടാ പൊട്ട, അത് പ്രേതത്തിന്റെ കയ്യാണ്. പ്രേതത്തിന്റെ കയ്യാ? എടാ, ഇതിപ്പോൾ എന്നെ പിടിക്കുന്ന തോന്നുന്നത്. ആ കൈ എവിടെ പോയി? എടാ ഇക്രു, എന്റെ പിറകിലൊന്നും ആ കൈ ഇല്ലല്ലോ. നീ ഒന്ന് നോക്കിയേ.
കയ്യും കാലും കാണിച്ചിട്ട് പേടിപ്പിക്കുന്നത്? ഏന്റി, പേടിക്കണ്ട, നിങ്ങളുടെ പിറകിലൊന്നുമില്ല. പിന്നെ ആ കൈ എവിടെ പോയി? എടാ, ആ പ്രേതം നമ്മളെ ആക്രമിക്കുവാൻ തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇങ്ങനെ നമ്മളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് അവസാനം നമ്മളെ കൊല്ലുമെന്നാ തോന്നുന്നത്. എടാ, എന്നാടാ ചെയ്യാ? ഇതിനൊരു പരിഹാരം നമ്മളുടെ അടുത്തില്ലല്ലോ. അയ്യോ, വീണ്ടും അത് വന്നു. എന്റെ അല്ലോ, ഇത് പോയിട്ടില്ലടാ. പിന്നെയും പിന്നെയും ഇതാ വരുന്നേ. ഇതിപ്പോൾ എന്നെ പിടിച്ചിട്ട് എവിടത്തേക്കെങ്കിലും പോകുമെന്ന് തോന്നുന്നത്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കടാ എന്നെ. ആവശ്യത്തിന് ഒറ്റ വവ്വാലിനെ കാണില്ല. എവിടെ പോയി എല്ലാ വവ്വാലുകളും? എടാ വവ്വാലുകളെ, ഒന്ന് നേരത്തെ വന്നതുപോലെ വാടാ. എന്നെ ആരെങ്കിലും വന്ന് താഴെ ഇറക്കി. എന്റെ അല്ലോ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. ഈ പ്രേതത്തിന്റെ കൈ ഇപ്പോൾ എന്നെയും കൂട്ടി കൊണ്ടുപോകുമെന്നാ തോന്നുന്നത്. ആ കൈ എവിടെ പോയി? ഇവിടെയൊന്നുമില്ലല്ലോ. രക്ഷപ്പെട്ട്. ആ കുന്തം ഇവിടെയൊന്നുമില്ല. അത് വരും മുന്നേ എന്നെ ഒന്ന് വേഗം ഇവിടെ നിന്ന് രക്ഷിക്കേ. എന്റെ കുഞ്ഞാമിത്ത, ഞങ്ങൾ നിങ്ങളെ എങ്ങനെ രക്ഷിക്കുവാനാ? നിങ്ങൾ ഇങ്ങ് തുള്ളിക്കോ. ഞാൻ തുള്ളൂല, എനക്ക് പേടിയാ. എന്നാ പിന്നെ അവിടെ തന്നെ അങ്ങ് നിന്നോ. എടാ, അങ്ങനെ പറയല്ലടാ. ആ പ്രേതത്തിന്റെ കൈ വന്നതുപോലെ ഇപ്പോൾ തലയും കാലും എല്ലാം വരുമെന്നാ തോന്നുന്നത്. അതിനു മുന്നേ നീ ഇവിടെ നിന്നും എന്നെ ഒന്ന് താഴോട്ട് ഇറക്ക്. ഞങ്ങൾ ഇത് എങ്ങനെ ഇറക്കുവാനാ ഇനി പറയുന്നത്? എടാ, ഒരു ഏണിയാറ്റം എടുത്തുകൊണ്ട് വാ. ഏണിയാ? ആ, ഏണി തന്നെ. നീ പോയി ഏണി എടുത്തിട്ട് വാ. അത് നിങ്ങളുണ്ടാ ഈ കാട്ടിൽ ഏണി കൊണ്ടുവച്ചിക്ക്? നിങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് പ്രേതം പിടിച്ചു കൊല്ലും. അതിനു മുന്നേ നിങ്ങൾക്ക് താഴോട്ട് തുള്ളുന്നതാണ് നല്ലത്. എന്റെ അല്ലോ, ഞാനിപ്പോൾ എന്നാ ചെയ്യാ? ആ പ്രേതം ഇനിയും വരുന്നതിന് മുന്നേ ഇവിടെ നിന്നും ഇറങ്ങണം. അവൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്നും തുള്ളിയാലോ? എന്റെ അല്ലോ, ഇവിടെ നിന്നും തുള്ളിയാൽ എന്റെ കാൽ ഒടിഞ്ഞു പോകും. തുള്ളിയില്ലെങ്കിൽ ആ പ്രേതം എന്നെ പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ആ പ്രേതത്തിന് എന്നെ കൊടുക്കില്ല. കാല് പൊട്ടിയാലും സാരമില്ല, ഇവിടുന്ന് തുള്ളിയേക്കാം. എന്റെ അല്ലോ, ഇനി ശരിക്കും കാല് പൊട്ടിയാലോ? എന്തായാലും സാരമില്ല, രണ്ടും കൽപ്പിച്ചിട്ട് തുള്ളുന്നതാ നല്ലത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ തുള്ളുകയാണ്. അയ്യോ, ഇത്രയും ദൂരത്തു നിന്നും തുള്ളിയാൽ ഏന്റിയുടെ കാലൊടിയും. ആ കുഞ്ഞാമിത്ത, ഇത്രയും ദൂരത്തു നിന്നും തുള്ളിയാൽ നിങ്ങളുടെ കാലൊടിയും. മെല്ലെ മെല്ലെ പിടിച്ചിറങ്ങ്. ഇല്ല, ഞാൻ തുള്ളുകയാണ്. പ്ലീസ് തുള്ളരുത്. അതെ, തുള്ളിയാൽ കാലൊടിയും. ആ കുഞ്ഞാമിത്ത, തുള്ളരുത്. ഇവർക്കൊക്കെ എന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നോ? നല്ല രസമുണ്ട് അവർ ഇങ്ങനെ നിർബന്ധിക്കുന്നത് കാണാൻ. ആ സുലൈമ മാത്രം എന്നോട് തുള്ളണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവനിക്ക് എന്റെ കാലൊടിഞ്ഞിട്ട് കാണണമായിരിക്കും. അതായിരിക്കും അവനൊന്നും പറയാത്തത്. എന്തായാലും അവന്റെ മുന്നിൽ നിന്നും ഓവറാക്കിയിട്ട് തുള്ളാം. എന്നിട്ട് എന്റെ കാലൊടിയാണ്ട് ഞാൻ ഇങ്ങനെ എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ അവൻ ഞെട്ടിപ്പോകും. അഥവാ കാലൊടിഞ്ഞാലോ? ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒടിഞ്ഞ ഭാവത്തിൽ നിൽക്കണ്ട, അവന്റെ മുന്നിൽ നല്ലോണം നിൽക്കാം. എന്നാലോചിക്കുന്നത്? മെല്ലെ മെല്ലെ പിടിച്ച് പിടിച്ച് ഇറങ്ങ്. ഇല്ല. എന്താ ഇല്ലാന്ന്? ഞാൻ പിടിച്ചിറങ്ങുന്നില്ല, ഞാൻ തുള്ളുകയാണ് ചെയ്യുന്നത്. അയ്യോ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതന്നെ കുഞ്ഞാമിത്ത, ഇവിടെ നിന്നും എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റില്ല. അതെ, ഇവിടെയൊന്നും ഹോസ്പിറ്റൽ ഇല്ലല്ലോ. നീ ഒന്ന് മനസ്സിലാക്ക കുഞ്ഞമ്മി. കുഞ്ഞമ്മി അല്ലടാ കളവാ, കുഞ്ഞാമി. ഒന്ന് പറയുന്നത് കേൾക്ക്. ഏന്റിയുടെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നത്. ഏന്റി തുള്ളരുത്. അവരുടെ വർത്താനം കേട്ട് നിന്നാൽ പിന്നെ തുള്ളാൻ തോന്നില്ല. വേഗം തുള്ളിയേക്കാം. എന്തായാലും ഇവിടെ നിന്നും പിടിച്ചിറങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ തുള്ളാൻ തീരുമാനിച്ചു. രക്ഷപ്പെട്ടു, എന്റെ കാലൊടിഞ്ഞിട്ടില്ല. ഡാ നോക്കിയേ, ഇവരൊക്കെ ഇതെവിടെ പോയി? അങ്ങോട്ടല്ല ഏന്റി, ഇങ്ങോട്ട്. ഞാനെന്താ താഴോട്ട് എത്താത്തത്? അയ്യോ, അറിയില്ല ഏന്റി. എടാ, ഞാൻ തുള്ളിയിട്ട് താഴോട്ടേക്ക് വീഴുന്നില്ലടാ. അയ്യോ, അമ്മിണി, സൽമാനെ, എന്തൊക്കെയാ ഇത് നടക്കുന്നത്? ഇതൊക്കെ ആ പ്രേതത്തിന്റെ കളിയാ. ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്? നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ താണു നിൽക്കുന്നത്? ആ പ്രേതം നിങ്ങളെ ഒന്നും കണ്ടില്ലേ, എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, നിനക്ക് അവിടെ നിന്ന് നടക്കുവാൻ പറ്റുമോ? നടന്നിട്ട് ഇപ്പോൾ എന്താക്കുവാനാ? അല്ല, നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതാ. ഒന്ന് പോടാ കളവാ അവിടുന്ന്. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനല്ലാതെ വേറെ ഒന്നിനും പറ്റുന്നില്ല. പേടിക്കണ്ട ഏന്റി.
നീ ഒന്ന് പോടാ അവിടുന്ന്. നീ കുറെ സമയമല്ല പേടിക്കണ്ടെന്ന് പറയുന്നേ. മനുഷ്യൻ ഇവിടെ പേടിച്ചിട്ട് ഒരു പരുവമായിക്ക്. അതിന്റെ ഇടക്ക് അവൻ കാര്യമായിട്ട് പേടിക്കണ്ടെന്ന് പറയുന്നത്. നീ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ പേടിയൊക്കെ പോകുമോ? അതല്ലേ ഏന്റി. ഏതല്ലാന്ന്? ഒന്ന് സമാധാനിപ്പിക്കാന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കില്ല. ഡാ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? ഇതിനെന്ത് വഴിയാടാ പറഞ്ഞു തരേണ്ടത്? ഡാ, നമുക്ക് എല്ലാവർക്കും കൂടി കുഞ്ഞാമിത്താന്റെ കാല് പിടിച്ച് വലിച്ചാലോ? അത് ശരിയാകുമോ? അതൊന്നും അറിയില്ല. എന്നാലും നമുക്ക് കാല് പിടിച്ച് വലിച്ചു നോക്കാം. എന്നാൽ വാ. എന്താ? ഞങ്ങൾ നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നതാ. ഇപ്പോൾ കാല് പിടിച്ച് മാപ്പൊന്നും പറയണ്ട. ഞാൻ അങ്ങ് താഴോട്ടെത്തട്ടെ, എന്നിട്ട് കാല് പിടിച്ച് മാപ്പ് പറയാം. ഇങ്ങളെ കാല് പിടിച്ച് മാപ്പ് പറയാനല്ല ഞങ്ങൾ വന്നത്. ഇങ്ങളെ കാല് പിടിച്ചിട്ട് താഴോട്ട് വലിച്ചിടാനാ. ഏന്റി, ഞങ്ങൾ ഏന്റിയുടെ കാല് പിടിച്ച് വലിക്കാം. അഥവാ ഏന്റി താഴോട്ട് തന്നെ ഇങ്ങ് വന്നാലോ? എന്നാൽ നിങ്ങളെല്ലാം കൂടി എന്നെ താഴോട്ടേക്ക് വലിക്ക്. ഡാ സൽമാനെ, ഏന്റിയെ പിടിച്ച് വലിക്ക്. അതെന്തിനാടാ ചിരിക്കുന്നത്? അതിങ്ങ് താഴോട്ട് ഇറങ്ങുന്നത് ആലോചിച്ചിട്ട് സന്തോഷം കൊണ്ട് ചിരിക്കുന്നതായിരിക്കും. ഓ, അങ്ങനെയായിരിക്കും അല്ലേ? എന്നാൽ നീ പിടിച്ച് വലിക്ക്. കുഞ്ഞാമിത്താക്ക് നല്ലോണം സന്തോഷമാകുന്നുണ്ട്. എടാ, ഇവർ സന്തോഷം കൊണ്ട് പിടിക്കാൻ വിടുന്നില്ലല്ലോ. അത് തന്നെ, ഇതെന്ത് കളിയാ കളിക്കുന്നത്? ഏന്റി, നിങ്ങൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കല്ല. സന്തോഷല്ലടാ, എനക്ക് നിങ്ങൾ പിടിക്കുമ്പോൾ ഇക്കിളിയാകുന്നതാ. അയ്യേ, എടാ, ഇവർ സന്തോഷം കൊണ്ട് ചിരിച്ചതല്ല, ഇക്കിളിയായിട്ട് ചിരിച്ചതാ. അതന്നെ, ഏന്റിന്റെ കാല് പിടിക്കുമ്പോൾ ഉണ്ടാകും ഏന്റിക്ക് ഇക്കിളിയാകുന്നു. ഡാ, ഇക്കിളിയാക്കാതെ കാല് പിടിക്ക്. ഇക്കിളിയാക്കാതെ കാല് പിടിക്കണം പോലും. ഇങ്ങളെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എടാ, നീ എന്നാ ചെയ്യുന്നത്? ഇവരുടെ കാല് പിടിച്ചിട്ടൊന്ന് ഞെരിക്കട്ടെ, എന്നാൽ ഇങ്ങനെ കിളിച്ചോണ്ട് നിൽക്കില്ല. എന്റെ കാല്. ഡാ, ഇപ്പോൾ ശരിയായി. ഇനി വന്ന് പിടിച്ചു വലിക്ക്. എടാ, വരുന്നുണ്ട്. നല്ലോണം പിടിച്ചു വലിക്ക്. എടാ, എനക്കൊന്നും പറ്റിയിട്ടില്ലടാ. നോക്കിയേ, നിങ്ങൾ വലിച്ചിട്ട് ഞാൻ താഴോട്ട് തന്നെ വന്നു. ശരിക്കും എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? ഇല്ലടാ, എനിക്കൊരു കുഴപ്പവുമില്ല. സമാധാനമായി. ഇല്ലടാ സുലൈമാനെ, നീ കരയണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. രക്ഷപ്പെട്ടു ഞാൻ. എന്താടാ സുലൈമാനെ? അവനെവിടെ പോയി? അമ്മിണി, ആ സുലൈമാന്റെ സൗണ്ട് അല്ലേ ഇപ്പോൾ ഇവിടെ നിന്ന് കേട്ടത്? എന്നിട്ട് അവനിതെവിടെയാ പോയത്? അല്ല, നീ ഇവിടെയാ ഉള്ളത്. നീ എന്തിനാടാ ഇങ്ങനെ നിലത്തി കിടക്കുന്നത്? എന്നെ താഴോട്ട് വലിച്ചിട്ട ക്ഷീണം കൊണ്ടാണോ? അയ്യോ, എന്റെ എല്ലെല്ലാം പൊട്ടിയെന്നാ തോന്നുന്നത്. നിന്റെ എല്ലെന്തിനാടാ പൊട്ടുന്നത്? ഞാനല്ലേ മുകളിൽ നിന്നും താഴോട്ട് വീണത്. എന്നിട്ട് നിന്റെ എല്ലാ പൊട്ടുന്നത്? നിന്റെ എല്ലൊന്നും പൊട്ടിയിട്ടുണ്ടാകില്ല. നീ എന്നെ നോക്ക്, ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് വീണിട്ട് എന്റെ എല്ല് പോലും പൊട്ടിയിട്ടില്ല. അപ്പോഴല്ലേ നിന്റെ എല്ല് പൊട്ടുന്നത്. എന്റെ പെരാന്തിച്ച് പെണ്ണുങ്ങളെ, നിങ്ങൾ എന്റെ മേത്താ വീണത്. അപ്പോൾ നിങ്ങൾ എല്ലെങ്ങനെയാ പൊട്ടുന്നത്? ഞാൻ നിന്റെ മേത്താണോ വീണത്? അല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അയ്യോ, സോറിടാ. നിനക്ക് ശരിക്കും വേദനിച്ചിട്ടുണ്ടോ? ഇല്ല, നല്ല സുഖമാ ഉള്ളത്. അങ്ങനെയായിരുന്നാ? അവിടുന്ന് കിളിക്കാണ്ടൊന്ന് എണീറ്റ് പോകുവാ. എന്റെ നടു നട്ടലെല്ലാം പൊട്ടിയെന്നാ തോന്നുന്നത്. ചക്ക വീണ പോലല്ലേ നിങ്ങൾ എന്റെ ദേഹത്തേക്ക് വീണത്? സോറിടാ. ഒന്ന് എണീറ്റ് പോടെ. അയ്യോ, ഭാര്യയെല്ലാം പൊട്ടിയെന്നാ തോന്നുന്നത്. ആരാ ഭാര്യ? ഇങ്ങള് മിണ്ടിപ്പോകരുത്. അയ്യോ, എനിക്ക് എഴുന്നേൽക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. ഒന്ന് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുമോ? ഇന്നാ. ഇങ്ങളിപ്പോ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചിക്കാ? അപ്പോൾ എഴുന്നേൽപ്പിക്കണ്ടേ? ഇങ്ങളാണ് ഞാൻ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞത്. വാ, എഴുന്നേൽക്ക്. ഡാ മോനെ, വല്ലതും പറ്റിയോ? ഇനി എന്ത് പറ്റാൻ ചേട്ടാ? അമ്മാതിരി വീടലല്ലേ ഈ പെണ്ണുങ്ങൾ എന്റെ ദേഹത്ത് വീണത്. ചേട്ടൻ കണ്ടതല്ലേ ഈ പെണ്ണുങ്ങൾ എന്റെ ദേഹത്ത് വീണിട്ട് അവിടെ ഇരുന്നിട്ട് കിളിച്ചോണ്ടിരുന്നത്. ഞാൻ കണ്ടിനി. നല്ല വേദന ഉണ്ടാകുംലേ? അതാ എല്ലാം ചെയ്തിട്ടാ പെണ്ണുങ്ങളുണ്ട് പിന്നെയും ചിരിക്കുന്നേ.
ഇനി എന്തിനാ കുഞ്ഞാമിത്ത ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നത്? എടാ അതിന് ഞാനല്ലടാ ചിരിച്ചത്. അതാരാ ചിരിക്കുന്നത്? പ്രേതം തന്നെ, അല്ലാണ്ട് വേറെ ആരാ? എടാ നല്ല കാറ്റ് വീശുന്നുണ്ട്, ഓടിക്കോ. ഇനിയും ഇവിടെ